ജോജു ജോർജിൻ്റെ മകൾക്ക് ഉള്ളൊരു കൂപ്പുകൈ ഇത്. "മോളെ നിന്നെ ഞാൻ നമിക്കുന്നു. കാരണം വെച്ചാൽ ഇത്ര വിവേകത്തോടു കൂടി നീ അതിനകത്ത് സംസാരിച്ചതിനകത്തുള്ള എൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ജോജു ജോർജ് ചതിക്കപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കുറേ കോൺസ്പിറസീസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുളിക്കുന്ന സമയത്ത് പൊതുവെ വസ്ത്രങ്ങൾ ധരിക്കാറില്ല. ഞാൻ നഗ്നനായിട്ട് നിന്നാണ് കുളിക്കുന്നത്. ഞാൻ നഗ്നനായിട്ട് കുളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് നടു റോഡിൽ ഇറങ്ങി നിന്ന് ഞാനത് ചെയ്യാറില്ല. അല്ലെങ്കിൽ ലോകത്തിനെ കാണിച്ചുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. അതുപോലെ തെറി പറയുന്നു ഞാൻ ഞാൻ തെറി പറയാറുണ്ട്. എനിക്കറിയുന്ന കുളിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ നഗ്നരായിട്ട് തന്നെ നിന്നായിട്ടാണ് കുളിക്കുന്നത്. എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ റോഡിലോട്ട് നഗ്നതയുമായിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെയുള്ളൂ. തെറി പറയാറുണ്ട്. ചിലപ്പോൾ ഞാനും പറയാറുണ്ടായിരിക്കും. ഇത് കാണുന്ന നിങ്ങളിൽ പലരും പറയാറുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ജോജു ഇത് എടുത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റിൽ ചെയ്യേണ്ടത് എന്താണ്, പബ്ലിക്കിൽ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളൊരു സാമാന്യ ബോധം അങ്ങേക്ക് വേണമെന്ന് ഞാൻ ഇത് ചെയ്യാണ്. എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ. എനിക്ക് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഫാമിലിയെക്കുറിച്ച് അറിയത്തില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മകളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോവുകയാണ്. കാരണം എനിക്ക് മകളുണ്ട്. എനിക്ക് മകനുമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിൽ ചെയ്യാൻ ആഗ്രഹിക്കാറില്ല. പണ്ട് ഏതോ ഒരു വീഡിയോക്കകത്ത് രഹന ഫാത്തിമ പറഞ്ഞിരുന്നു, അവരുടെ വീട്ടിൽ എല്ലാവരും കുളിമുറി തുറന്നിട്ടാണ് കുളിക്കുന്നതെന്ന്. അതൊക്കെ അവരുടെ വീട്ടിലതായിക്കോളും. പക്ഷേ അത് പബ്ലിക്കിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഒത്തിരി പേരെ ബാധിക്കുന്നതാണ്. അതുപോലെ ചുരുളി പോലത്തെ സിനിമകളെ നിങ്ങൾ എന്നെ തെറി വിളിച്ചാലും സാരമില്ല. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാ. താങ്ക് യു.